ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. അത് US ന്യൂയോർക്കിൽ താമസിക്കുന്ന ലിസ ബാബു മാമിൻ്റെയാണ്. ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗാർഡനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ സീസണിലും മാമിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കാഴ്ച അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം വൈറ്റ് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് ഒരുമിച്ച് നട്ട് ഒരേപോലെ പൂക്കൾ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അടുക്കിനാണ് നട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ടാണ് നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇത് പെറ്റൂണിയ പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് ബാസ്ക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടുത്തെ പ്ലാന്റ് സ്റ്റോറിൽ നിന്നൊക്കെ. അപ്പോൾ അത് അല്ലാന്നുണ്ടെങ്കിൽ സീഡ്സ് ആയിട്ട് വാങ്ങിച്ച് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൾട്ടി കളേഴ്സാണ്. ഒരുപാട് കളേഴ്സ് ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിൽ വളർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ അകത്ത് വയലറ്റും റെഡും വൈറ്റും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരേ കളറിനേക്കാളും നല്ലത് പല കളേഴ്സ് ഒരുമിച്ച് നടുമ്പോഴുള്ളൊരു ഭംഗി പ്രത്യേകത തന്നെയാണ്. ഇത് വീടിൻ്റെ മുന്നിലായിട്ടാണ് നട്ടിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ മജന്തയും അതുപോലെ തന്നെ റോസും യെല്ലോയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കളേഴ്സിലുള്ള പെറ്റൂണിയാണ് ഈ ഒരു ബാസ്ക്കറ്റിലുള്ളത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ നല്ല പോലെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് പെറ്റൂണിയ. ഒരു സീസണൽ പ്ലാന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് മഴയുടെ ഒക്കെ ഒരു സമയത്ത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് നല്ല കെയർ കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് വളർന്നു വരും. പിന്നെ ഒരുപാടങ്ങ് നീണ്ടു പോകാതെ അതിനെ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ആ ബാസ്ക്കറ്റിനുള്ളിൽ തന്നെ ബുഷിയായിട്ട് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾ ഗാർഡൻസും ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ആയിട്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മൾ ഗാർഡൻസ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാർഡനാണ്. ലിസ ബാബു മാം ഒരു നേഴ്സായിരുന്നു. റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് ചിൽഡ്രൻസും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വളമായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മണ്ണ് പുറത്തു നിന്ന് ചാക്ക് കണക്കിന് വാങ്ങിക്കുകയാണ്. അപ്പം മണ്ണ് വാങ്ങിച്ച് ഒരിക്കലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ pH ലെവലെല്ലാം കറക്റ്റായിട്ടുള്ളൊരു മണ്ണാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഇത് ആ മണ്ണിലേക്ക് ചെടികൾ നട്ടുകൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സീഡ്സ് ആയിട്ടാണെങ്കിൽ വിത്തുകൾ കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇപ്പം പെറ്റൂണിയയുടെയൊക്കെ ആണെങ്കിലും വിത്തുകൾ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വിത്തുകളും കിഴങ്ങുകളും കിട്ടും. കാരണം ലിലിയാംസിൻ്റെയൊക്കെ കിഴങ്ങുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ നട്ടുകൊടുത്താൽ മാത്രം മതി. ഏത് സീസണിലും, പ്രത്യേകിച്ച് ലിലിയാംസൊക്കെ ആണെങ്കിലും ഏത് സീസണിലും ഇപ്പം മഞ്ഞ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള സമയത്ത് പോലും ആ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഓരോ സീസണിലും അതിനനുസരിച്ച് അത് പിന്നെയും പിന്നെയും വളർന്നു വരുന്നതാണ്. അപ്പം ചില സീസണിൽ മാത്രം ഉള്ള ചെടികളുണ്ട്. പിന്നെ അത് കരിഞ്ഞു പോവുകയും മഞ്ഞുകാലമൊക്കെ വരുന്ന സമയത്ത് അത് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പം ഓരോ സീസണിനനുസരിച്ചിട്ടുള്ള ചെടികളാണ് വെക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന കണക്ക് ക്രിസാന്തമമാണ്. വളരെ മനോഹരമായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ തന്നെ ആ ചെടിയെ വെട്ടി നിർത്തി നിറയെ പൂക്കൾ, ഇലകൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് പൂക്കളുണ്ടായി നിൽക്കുന്നത്. അപ്പം പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ വളരെ മനോഹരമായിട്ട് അത് വെട്ടി നിർത്തുകയും, അതുമാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ ചെടികൾ പോലും അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
ആം, വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ചില ചെടികളുണ്ട്. വാടാമല്ലിയൊക്കെ, വാടാമല്ലി പോലും മാമിൻ്റെ ഗാർഡനിലുണ്ടെന്നുള്ളതാണ്. റോസുകളുടെ ഒരു വലിയ ശേഖരം മാമിനുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഇപ്പം കാശ്മീരി റോസ് പോലുള്ള അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേയേറെ റോസിൻ്റെ വെറൈറ്റീസും അവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉള്ള ചെടികളാണ്. 4 മണി ചെടികൾ എന്നൊക്കെ പറയുന്ന ചെടികളാണ്. ഡയാന്തസും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡബിൾ ഷെയ്ഡ് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ റോസിലാണെങ്കിലും നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത, വളരെ വലുപ്പം ചെന്ന റോസുകളാണ് കാണുന്നത്. നാട്ടിലൊക്കെ ഉള്ള റോസിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ്. അത് പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്രയും വലുപ്പമുള്ള നല്ല വലിയ റോസുകൾ കാണാൻ സാധിക്കും. നല്ല മണവുമാണെന്നാണ് പറയുന്നത്. നല്ല മണമുണ്ട്. പൂക്കളൊക്കെ ആണെങ്കിലും കൂടുതൽ ഈ റോസിനൊന്നും പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ എല്ലാം പ്രത്യേകതകൾ കൊണ്ടാണ്. ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ഫ്ലവേഴ്സ് മാം നട്ടുപിടിപ്പിക്കാറുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ഈ ചെടികൾ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു സംഭവമല്ല. അതിനെ അതുപോലെ കെയർ ചെയ്യുകയും അതുപോലെ അതിനോടൊരു ഇഷ്ടം തോന്നിയാൽ മാത്രമേ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യത്തുള്ളൂ. ആ റോസിൻ്റെയൊക്കെ വലുപ്പം, അതുപോലെ മൊട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും നല്ല വലുപ്പമുള്ള മൊട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സും ഇതെല്ലാം തന്നെ ഓരോ സീസണിൽ ഉണ്ടായതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് പാൻസി. ഇത് ട്രൈ കളേഴ്സിലാണ് കാണുന്നത്. ഒരു പൂവിൽ തന്നെ 3 കളേഴ്സിലാണ് വരുന്നത്. പല ഷെയ്ഡുകളുണ്ട്. ഇതിൻ്റെ തന്നെ പല കളേഴ്സിൽ അവൈലബിളാണ്. ഇത് കുറേ നാൾ നിൽക്കുന്ന ഒരു ഫ്ലവേഴ്സുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെയും വിത്തുകളാണ് നടേണ്ടത്. അപ്പം ഇങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മളുടെ സീനിയ പ്ലാന്റ്സ് ആണ്. നാട്ടിലും പല കളേഴ്സിൽ അവൈലബിളാണ്. സീനിയയുടെ ആ ഒരു ഭംഗി ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. അടുക്കിന് പെറ്റൽസ് ഉള്ളതും നടുക്കൊരു യെല്ലോ കളറിലൊക്കെ അതിൻ്റെ പൂമ്പൊടിയൊക്കെ കാണുമ്പം നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഡാലിയാണ്. ഇപ്പം നമ്മളുടെ നഴ്സറികളിലും അവൈലബിളാണ്. പക്ഷേ നമ്മളിത് ഒരു സീസണൽ പ്ലാന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ളത് നിറയെ പൂക്കളുണ്ടാവുമെങ്കിലും എല്ലാ സീസണിലും അത് നിൽക്കത്തില്ല. നാടൻ വെറൈറ്റി ആണെങ്കിൽ കുറേ കൂടെ സമയം അത് ഉണ്ടാകും. പക്ഷേ അതിന് നല്ല പൊക്കവും വെക്കും. ഇത് നമ്മളത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ക്രീപ്പ് മാർട്ടിൽ. ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് നമ്മൾ നേരത്തെ മുമ്പേ കണ്ടത്. ഇത് വന്നിട്ട് ഒരുപാട് ബഡ്സൊക്കെ കാണാം. അതിൻ്റെ അകത്ത് നല്ല വൈറ്റ് കളറിലെ പൂക്കളാണ്. ഇതിൽ പൂവിൽ തേനൊക്കെ കുടിക്കാനായിട്ട് തേനീച്ചകളും അതുപോലെ ബട്ടർഫ്ലൈസും ഒക്കെ ഒത്തിരി വരുന്നതാണ്. നല്ല ഭംഗിയാണ്. ഒരു കോർണറിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല കൊലയായിട്ടാണ്, ബഞ്ചസ് ആയിട്ടാണ്. ഒരു ബഞ്ചിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്നതാണ്. അപ്പം ഇതും ഒരു നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ്. എനിക്കറിയില്ല നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന്. അവൈലബിൾ ആണെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നത്. എന്താ ഒരു ഭംഗിയല്ലേ, ആ ഒരു കോർണറിൽ തന്നെ ആ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് അധികം ദിവസമൊന്നും ഈ പൂക്കൾ ഉണ്ടാവില്ല. അപ്പം അതിൽ ഒരുപാട് മുട്ടുകൾ വരുന്നത് കാരണം തന്നെ കൊഴിഞ്ഞു പോയാലും പിന്നെയും പൂക്കൾ കാണാൻ സാധിക്കും. ഇതൊക്കെ മാം നേരത്തെ എടുത്തു വച്ചിരുന്ന ഫോട്ടോസൊക്കെയാണ്.
മാമിൻ്റെ ആദ്യം ഉണ്ടായ ലില്ലിയാംസ് പ്ലാന്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മേരിഗോൾഡും നമ്മളുടെ ബന്ധിച്ചെടികൾ ബന്ധിപ്പൂക്കൾ ഒരു പ്രത്യേകത തന്നെയാണ്. അത് 3 ഷെയ്ഡിലൊക്കെ വളർന്ന് വരുന്നത് കാണുമ്പോൾ ഇപ്പം നട്ടതേ ഉള്ളൂ. അപ്പോൾ അത് പൂക്കളുണ്ടാകാനുള്ള ആരംഭത്തിലാണ്. അപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിറയെ പൂക്കൾ കൊണ്ട് നിറയും. പെറ്റൂണിയ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കളർ ഷെയ്ഡുകൾ അവൈലബിളാണ് അവിടെ. ലില്ലിയാംസിൻ്റെ വളരെ മനോഹരമാണ് ലില്ലിയാംസ്. അത് ഏറെ ദിവസം നിൽക്കുന്നതാണ്. കിഴങ്ങാണ്. അപ്പോൾ കിഴങ്ങ് വെച്ച് നടുവാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് വരികയും മണ്ണിൻ്റെ അടിയിൽ തന്നെ ആ കിഴങ്ങുകൾ കിടക്കുകയും ഓരോ സീസൺ കഴിയുന്നതനുസരിച്ച് അത് പിന്നെയും നശിച്ചു പോയെന്ന് നമ്മൾ കരുതുമെങ്കിലും അത് പിന്നീട് വളർന്നു വരുന്നത് കാണാം. പിന്നെയുള്ളത് റോസിൻ്റെ കളക്ഷൻസാണ്. നമ്മളുടെ ഇവിടെയൊക്കെ കാണുന്ന കാശ്മീരി റോസ് പോലെ ഇരിക്കുന്നതാണ്. അവിടെ വേറെ പേരുകളിലാണ് അറിയപ്പെടുന്ന ഓരോ റോസുകളും. അതുപോലെ തന്നെ ഈ കാണുന്നത് പിയോണി ഫ്ലവേഴ്സാണ്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ ഒരു സമയത്ത് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് ഈ കാണുന്നത്. നല്ല വലുപ്പമുള്ളതാണ്. നല്ല പൂക്കൾക്കാണെങ്കിലും ഒരു റോസിൻ്റെ ഒക്കെ വലുപ്പം, വലിയ വലുപ്പത്തിൽ ബഞ്ചായിട്ടാണ് വരുന്നത്. ഒരു ബഞ്ചിൽ തന്നെ 7-8 ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. നല്ല ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു ചെടിയേക്കാളും വലുപ്പം കൂടുതലാണ് ഈ ഓരോ ഫ്ലവേഴ്സിനും വരുന്നത്. ഇത് വേറൊരു തരത്തിലുള്ള റോസാണ്. പക്ഷെ ഒരുപാട് വലുപ്പമില്ലാത്ത, എന്നാൽ എപ്പോഴും പൂക്കൾ തരുന്ന നല്ല മണമുള്ള ഒരു റോസാണെന്നാണ് പറഞ്ഞത്. ഇതിനൊന്നും അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഇത് ബഞ്ചായിട്ട്, ഒരു ബഞ്ചിൽ തന്നെ 10-20 പൂക്കളാണ് വരുന്നത്. നല്ല കൊലയായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടുത്തെ ഓർക്കിഡ് റോസിൻ്റെ ഒക്കെ പോലെ ഒരു വെറൈറ്റിയാണ്. പല കളേഴ്സിൽ അവൈലബിളാണ് ഇതുപോലത്തെ റോസ്. ചില സമയത്ത് ഈ റോസ് മുഴുവനായിട്ട് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അതാണ് നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതിൽ കാണാം, നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതും നമ്മൾ മേരിഗോൾഡിൻ്റെ തന്നെ ഒരു ട്രൈ കളേഴ്സും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലുള്ളതും ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിപ്പം പൂക്കൾ ആവുന്നതേ ഉള്ളൂ. നിറയെ പൂക്കൾ കൊണ്ട് നിറയും. പിന്നെ നമ്മുടെ ശവന്നാരി ചെടിയുമുണ്ട്, ബ്ലോസമുണ്ട്. ബാൽസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇത് 4 മണി ചെടിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ സീഡുണ്ട്. ഒരു ചെറിയ കറുത്ത കളറിലുള്ള സീഡാണ്. അത് താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ അത് കിളുത്ത് പിന്നെയും ചെടികൾ ഉണ്ടായി വരും. നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇപ്പം ഒരുപാട് കളേഴ്സിൽ അവൈലബിളാണ്. വയലറ്റ്, വൈറ്റ്, അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡിലൊക്കെ ഉള്ളത് അവൈലബിളാണ്. കുറച്ച് നാൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇനി മുന്നോട്ട് വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ലിസ ബാബു മാമിൻ്റെ ഈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.